നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മ സുരക്ഷാ പെൻഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ ഒരു പെൻഷൻ സ്കീമിലും പെടാത്ത സ്ത്രീകൾക്ക് മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത്, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കെല്ലാമാണ് ഇതിന് അർഹത എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഇതുവരെ ഒരു ക്ഷേമനിധിയിലും പെടാത്ത, സർക്കാരിൽ നിന്ന് ഇപ്പോൾ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത വീട്ടമ്മമാർക്കാണ് ഈ ഒരു പെൻഷൻ പദ്ധതി. നമുക്കറിയാം, 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷനുണ്ട്. അതുപോലെ തന്നെ വിധവ പെൻഷൻ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. കാർഷിക പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. സർക്കാർ ഓഫീസിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്ന ആളുകളുണ്ട്. സർക്കാരിൽ നിന്ന് മറ്റ് സഹായങ്ങൾ ലഭിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇതുവരെ ഒരു സഹായവും ലഭിക്കാത്ത, ഒരു പെൻഷൻ ലഭിക്കാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇതിൻ്റെ ഔദ്യോഗികമായുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. വരും ദിവസങ്ങൾ തന്നെ ഇതിന് ഔദ്യോഗികമായുള്ള അപേക്ഷകൾ തുടങ്ങും. റേഷൻ കാർഡിൽ പേരുള്ള പാവപ്പെട്ട ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ പല ആളുകൾക്കും ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞ, ചുവപ്പ്, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളെ ഫോണിലേക്കാണ്, അവരുമായി ലിങ്ക് ചെയ്ത ഫോണിലേക്കാണ് ഇങ്ങനെ മെസ്സേജ് വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ആദ്യമായുള്ള ഒരു അറിയിപ്പ് എന്ന നിലക്കാണ് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതിനുള്ള വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു നവംബറിൽ തന്നെ പെൻഷൻ വിതരണം, നവംബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ വർധനവ് 1600 രൂപയ്ക്ക് പകരം ലഭിക്കുന്ന 2000 രൂപ ഈ ഒരു മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കും. നവംബർ മാസം 18 തീയതി മുതൽ 20 തീയതിക്ക് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം കുടിശ്ശികയുണ്ടായിരുന്ന 1600 രൂപയും കൂടി 3600 രൂപ അവർക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.